ഇന്ന് സാധാരണയായി നമ്മുടെ ഇടയിൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് അരിമ്പാറ അധികം വാർട്ട് എന്ന് പറയുന്നത്. ഇത് ആയുർവേദത്തിൽ ഇതിനെ ക്ഷുദ്രരോഗ അധികാരം എന്ന് പറഞ്ഞൊരു അധ്യായത്തിൽ ചർമ്മകീലം എന്നാണ് പറയുന്നത്. ഈ അസുഖത്തിൻ്റെ പ്രധാനമായൊരു പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരിലേക്ക് പകരും. ഇതിൻ്റെ പ്രധാനമായൊരു ലക്ഷണം എന്ന് ചോദിച്ചാൽ പരന്ന രീതിയിലും അതുപോലെ തന്നെ പെഡങ്കുലേറ്റഡ് ആയിട്ടുള്ള വാർട്ട്, അങ്ങനെ പലതരത്തിലുള്ള വാർട്ടുകളുണ്ട്. ഇത് പകരാനായിട്ടുള്ള പ്രധാനമായൊരു കാരണമെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ സ്രാവങ്ങളിലൂടെ, നമ്മളിപ്പോൾ തുപ്പലത്തിലൂടെയായാലും വിയർപ്പിലൂടെയായാലും നമ്മുടെ മൂക്കിലൂടെയുള്ള സ്രാവത്തിലൂടെ അല്ലെങ്കിൽ കണ്ണീരിലൂടെയായാലും ഇത്തരത്തിലുള്ള ഒരു രോഗി ഇട്ട വസ്ത്രങ്ങൾ നമ്മൾ കഴുകുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ, അതുപോലെ തന്നെ അത് വേറൊരു വ്യക്തി ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ഉപയോഗിച്ച ചെരുപ്പ് നമ്മൾ ഉപയോഗിച്ചാലൊക്കെ ഈ വാർട്ട് വരാം. അത് പ്ലാന്റർ വാർട്ടുള്ള രോഗികൾ ഉപയോഗിച്ച് ചെരുപ്പ് ഉപയോഗിച്ച് നമുക്കത് വരാം. ഈ വാർട്ട് ഉണ്ടാവാനുള്ള പ്രധാനമായ കാരണം, ഈ അരിമ്പാറ ഉണ്ടാവാനുള്ള പ്രധാനമായ കാരണം ഹ്യൂമൻ പാപ്പിലോമ എന്ന് പറയുന്ന വൈറസാണ്. ഈ വൈറസ് തന്നെ പലതരത്തിലുണ്ട്. അതിനെ നമുക്ക് വേണമെങ്കിൽ ഫ്ലാറ്റ് വാർട്ട്, പരന്ന അരിമ്പാറ, അതുപോലെ തന്നെ പ്ലാന്റാർ വാർട്ട്, കാലിൻ്റെ അടിഭാഗത്തുണ്ടാകുന്ന അരിമ്പാറ, അതുപോലെ തന്നെ നമ്മുടെ ഈ തൊലിപ്പുറത്തുണ്ടാകുന്ന കോമൺ വാർട്ട്, സാധാരണയായി കാണപ്പെടുന്ന അരിമ്പാറ, അതുപോലെ തന്നെ ഡിജിറ്റൽ വാർട്ട്, അതുപോലെ നമ്മുടെ വിരലുകളിൽ കാണപ്പെടുന്ന അരിമ്പാറ, അതുപോലെ തന്നെ മൊസൈക്ക് വാർട്ട് എന്ന് പറഞ്ഞ ഒരു വാർട്ടുണ്ട്. അതിങ്ങനെ പരന്ന് ഇങ്ങനെ കാണും. അതുപോലെ തന്നെ ഇത് ജനൈറ്റൽ വാർട്ടുണ്ട്, കൊണ്ടൈലോമാക്കുമുലേറ്റ എന്ന് പറയുന്ന ഒരു അസുഖം, ഒരു വൈറസ് കാരണം ഉണ്ടാകുന്നതാണത്. ആ ഭാഗത്തൊക്കെ ഒരു പുറ്റു പോലെ വൈറസ് ഉണ്ടാവും. സാധാരണയായി വൈറസ് കാണപ്പെടുന്നത് നമ്മുടെ മുഖത്തും വിരലുകളിലും കക്ഷത്തിൻ്റെ ഭാഗത്തൊക്കെയാണ്. ചിലപ്പോൾ അത് പരന്നിട്ടായിരിക്കാം, ചിലപ്പോൾ അത് ഒരു ഫിലിഫോം വാർഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതിങ്ങനെ ഒരു നീണ്ട വര പോലെ കാണും. അതുപോലെ തന്നെ കണ്ണിൻ്റെ പുരികത്തിൻ്റെ ഭാഗത്ത്, ചിലപ്പോൾ ഈ മ്യൂക്കസ് മെംബ്രെയിൻ്റെ അകത്ത്, വായ്ക്കകത്തും മൂക്കിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ അരിമ്പാറ വരാറുണ്ട്. തൊലിപ്പുറത്ത് മാത്രമല്ല, ഇത്തരം അരിമ്പാറകൾ നമ്മൾ നീക്കം ചെയ്യണം. ആയുർവേദത്തിൽ അതിന് പ്രധാനമായി ചെയ്തിരുന്നത് പണ്ട് പഞ്ചലോക ശലാകകൾ കൊണ്ട് ഇതിനെ കരിക്കുക എന്നതായിരുന്നു. അതുപോലെ തന്നെ ഈ വാർട്ടുള്ള ഭാഗത്ത് നമ്മൾ ക്ഷാരം വെച്ച് ഇതിനെ കരിച്ച് കളയും. ചില വാർട്ടുകൾ നമ്മൾ ക്ഷാരസൂത്രം ഉപയോഗിച്ച് ബന്ധനം ചെയ്ത് കളയും. നമുക്കതിന് വേണമെങ്കിൽ ഇന്നത്തെ ആധുനികമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു കോട്ടറൈസിങ് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ അത് കരിച്ച് കളയാവുന്നതാണ്. ഈ ശലാക ഉപയോഗിച്ച് അഗ്നികർമ്മം ചെയ്യുന്നതിൻ്റെ സെയിം എഫക്റ്റ് തന്നെയാണ് ഒരു ബൈപ്പോളാർ കോട്ടറിയോ ഡ്യൂക്കിൻ്റെ കോട്ടറിയോ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. കാരണം ഇതിനെ ഇത്തരത്തിലുള്ള അരിമ്പാറയെയും വാട്ടിനെയും ചെറിയ ഗ്രോത്ത്സിനെയൊക്കെ പൂർണ്ണമായും അഗ്നിയെ ഉപയോഗിച്ച് ചികിത്സിക്കാൻ തന്നെയാണ് ആചാര്യം പറയുന്നത്. പൂർണ്ണമായിട്ട് അതിനെ നശിപ്പിച്ച് കളഞ്ഞാൽ മാത്രമേ അതിൽ നിന്നൊരു മോചനം ഉണ്ടാകുന്നു. ഇന്ന് നമുക്ക് അതിനുള്ള ചികിത്സാ സൗകര്യങ്ങൾ ആയുർവേദത്തിൽ ലഭ്യമാണ്. ഉള്ളിലോട്ടുള്ള ഔഷധങ്ങളുടെ ഉപയോഗം കൊണ്ട് ചിലപ്പോൾ ചില അവസ്ഥകളിൽ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന ചില ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ടുള്ള ഇന്ദുകാന്തം കഷായം, അത് മുതലായ കഷായങ്ങളൊക്കെ ഉപയോഗിക്കും, പാചനാമൃതം കഷായം മുതലായവയൊക്കെ ഉപയോഗിക്കുമ്പോൾ ചില രോഗികളിൽ ഈ വാർട്ട് അപ്രതീക്ഷിതമാവുന്നതായിട്ട് കാണാറുണ്ട്. അത് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി തന്നെ ഇത് കളയുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അല്ലാത്ത ചില അവസ്ഥകളിൽ ഇത് പെട്ടെന്ന് വ്യാപിക്കുന്നതായിട്ട് കാണാം. അങ്ങനെയുള്ള അവസ്ഥകളിൽ ആയുർവേദ ആചാര്യന്മാർ പറയുന്ന പോലെ അഗ്നി കൊണ്ട് ചികിത്സിക്കുക, അഗ്നികർമ്മം ചെയ്യുക. പണ്ടൊക്കെ പഞ്ചലോക ശലാക കൊണ്ടുള്ള ചികിത്സയായിരുന്നു. ഇത് നമുക്ക് കോട്ടറൈസിങ് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് അതിനെ ചികിത്സിക്കാം. അത് ചികിത്സിച്ച് കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള അരിമ്പാറയും വാട്ടിനെയായാലും നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ആണിയുള്ള വ്യക്തിയുടെ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആണി വരുമെന്ന്. ശരിക്കും അങ്ങനെയല്ല. ആണി എന്ന് പറഞ്ഞാൽ കോൺ അല്ലെങ്കിൽ കാലസ് എന്ന് പറഞ്ഞ രണ്ട് തരത്തിൽ തിരിക്കാം. ഈ കോണുള്ള വ്യക്തിക്കും കാലസ് ഉള്ളത് പകരില്ല. പക്ഷേ പ്ലാന്റാർ വാർട്ട്, കാലിൻ്റെ അടുത്ത് അടിഭാഗത്തുണ്ടാകുന്ന പ്ലാന്റാർ വാർട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതൊരു വൈറസ് കാരണം ഉണ്ടാകുന്ന ഇതാണ്. അത് ഒരു ആണിയെ പോലെ തന്നെ നമ്മൾ ഉപദ്രവിക്കാം. അത്തരത്തിലുള്ള വ്യക്തി ഉപയോഗിച്ച ചപ്പലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വരാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തും കക്ഷത്തും നമ്മുടെ തൊലിപ്പുറത്തും ഒക്കെ ഉണ്ടാകുന്ന വേറെ ചില കോമൺ വാട്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ വാട്ട്, കയ്യിലുണ്ടാകുന്ന അരിമ്പാറ, ഇത്തരത്തിലുള്ള അരിമ്പാറയുള്ള വ്യക്തികളിൽ നിന്ന് നമുക്ക് അതുപോലെ തന്നെ ആ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പടരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനൊക്കെ നമുക്കൊന്ന് ചികിത്സ ലഭ്യമാണ്. കാരണം ആയുർവേദത്തിൽ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ടുള്ള ഔഷധങ്ങൾ കൊടുത്ത് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം കൊണ്ട് തന്നെ ഈ വൈറസിനെ ശരീരത്തിൽ നിന്ന് പുറത്ത് കളയുവാൻ ആയുർവേദ ഔഷധങ്ങളുടെ ആ ദേഹപ്രകൃതിക്കൊക്കെ അനുസരിച്ച് ഔഷധം കൊടുത്ത് നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത്
അഗ്നികർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് 100% നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. ചില വ്യക്തികൾക്ക് വീണ്ടും ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ഏതെങ്കിലും ഒരു അരിമ്പാറയോ വാട്ടോ എവിടെയെങ്കിലും അവശേഷിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് വരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു 1-2 സിറ്റിംഗ് കൊണ്ട് തന്നെ ഈ അരിമ്പാറയെ പൂർണ്ണമായും നമുക്ക് ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ, ഇതിൽ നിന്നൊരു മോചനം കിട്ടുവാനായിട്ട് സാധിക്കും. കാരണം ഇത് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും റിമൂവ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് മറ്റൊരു നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഇത് കിട്ടുവാനായിട്ട് ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രായമായവർക്കല്ല, ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ സൗന്ദര്യത്തെയും അവരുടെ ഒരു സൗന്ദര്യബോധത്തെയൊക്കെ അത് വളരെയധികം ബാധിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള പ്രൊസീജിയറുകളിലൂടെ കടന്നു പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് വരാതിരിക്കാനായിട്ട് മുതിർന്നവർക്കായിരിക്കും കൂടുതൽ വരിക. അപ്പോൾ അവർ ശ്രദ്ധ ചെലുത്തി ഇത് എത്രയും പെട്ടെന്ന് ഇത് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യുന്നതാണ് നല്ലത്. വളരെ റെയറായി മാത്രമേ ഇത്തരത്തിലുള്ള വാർട്ട്, ഈ പാപ്പിലോമ വൈറസ് കാരണം ഉണ്ടാകുന്ന വാർട്ട് ക്യാൻസറസ് എന്നാൽ മാലിഗ്നൻ പോലെയുള്ള ക്യാൻസറസ് ആവാം, അല്ലെങ്കിൽ ഒരു ബിനൈൻ ട്യൂമർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. കാരണം നിരുപദ്രവകാരിയായിട്ടുള്ളൊരവസ്ഥയാണ്. അത്തരത്തിലുള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില രോഗികളിൽ ഈ വാർട്ട് വളരെയധികം പെയിൻഫുള്ളാവുകയും അതിൽ നിന്ന് രക്തം പൊടിയുകയും ചെയ്യുന്നൊരവസ്ഥ വരും. അത്തരത്തിലുള്ള അവസ്ഥകൾ നമുക്ക് ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ഫർദർ ബയോപ്സി മുതലായ പരിശോധനകൾക്ക് അയക്കേണ്ടതായിട്ട് വരും. അത് വളരെ റെയറായിട്ട് വരാറുള്ളൂ. അല്ലാത്ത അവസ്ഥകളിലെല്ലാം നമുക്ക് ഈ പഞ്ചലോക ശലാ കൊണ്ടുള്ള അഗ്നികർമ്മം കൊണ്ടോ അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തുള്ള കോട്ടറി, ഡ്യൂക്കിൻ്റെയോ ബൈപ്പോളാർ മുതലായ കോട്ടറികൾ ഉപയോഗിച്ചുള്ള കോട്ടറൈസിങ് മെഷീൻ കൊണ്ടോ അല്ലെങ്കിൽ തുടക്കത്തിലുള്ള അവസ്ഥകളിൽ ആയുർവേദത്തിൽ ഇമ്മ്യൂണോ മോഡുലേറ്ററി ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ നമുക്കിതിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്.